കഴിഞ്ഞ 10 വർഷം കൊണ്ട് നാമമാത്രമായി മാറിയ പല ചെറുകക്ഷികളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. പതിവായി പരാജയം ഏറ്റുവാങ്ങി വിസ്മൃതിയിലേക്ക് മാഞ്ഞ പല പാർട്ടികൾക്കും ഇക്കുറി മിന്നും വിജയമാണ്. എന്നാൽ അതിനിടയിൽ കേരള കോൺഗ്രസ് എം അടക്കമുള്ള പല പ്രബലരായ സഖ്യകക്ഷികളുടെ സമ്പൂർണ്ണ പതനം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കാം. പൊരുതി നേടിയവർ ആരൊക്കെ? പറഞ്ഞതുപോലെയാണ് ചെറിയ പാർട്ടികൾ ഈ കഴിഞ്ഞ 10 വർഷമായി പ്രത്യേകിച്ചും UDF-നൊപ്പം നിന്ന ചെറിയ ഘടകകക്ഷികളൊക്കെ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങുകയും ഭരണം കയ്യിൽ ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്തതോട് കൂടിയിട്ട് വിസ്മൃതിയിലേക്ക് അങ്ങനെ പാർട്ടി ഉണ്ടോ എന്നുള്ള തോന്നലിലേക്ക് വരെ മറഞ്ഞ പാർട്ടിയുണ്ട്. പക്ഷേ ഈ ഒരു UDF തരംഗം എന്ന് പറയുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അവർക്കെല്ലാം ഒരു പുനർജീവൻ കിട്ടിയ ഒരു അവസ്ഥയിലാണ്. കൂടുതൽ ഭൂരിഭാഗം അത്തരം പാർട്ടികളിലും ഉള്ള ആളുകൾ ജയിച്ചു കയറുകയും ഒരു സീറ്റൊക്കെ ഓരോ സീറ്റുകൾ വീതം നേടുകയും ചെയ്തു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടം കൂടിയാണ്. അത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. UDF-ൽ 102 സീറ്റുകളാണ് നമ്മൾ UDF വിജയിച്ചത്. അതിൽ കോൺഗ്രസിന് 63, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 22, കേരള കോൺഗ്രസിന് 7, RSPക്ക് 3, സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ് ആ ഒരു ജയനിലവാരം ഉള്ളത്. അതുപോലെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റ്, CMPക്ക് 1 സീറ്റ്, RMPക്ക് 1 സീറ്റ്, KDP മാണി സി കാപ്പൻ്റെ KDPക്കും 1 സീറ്റ്. ഇങ്ങനെയാണ് വിജയമുണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ LDF-ൻ്റേത് പരിശോധിക്കുകയാണെങ്കിൽ 35 വിജയമുണ്ടായപ്പോൾ CPIM-ന് 26, CPI-ക്ക് 8 സീറ്റുകൾ, RJDക്ക് 1 സീറ്റ്, കേരള കോൺഗ്രസ് എമ്മിന് 0, INL-ന് 0, കേരള കോൺഗ്രസ് ബിക്ക് 0, RSP ലെനിനിസ്റ്റിന് 0, അതുപോലെ തന്നെ NCP ഉണ്ട്. അതിൽ ഈ പട്ടികയിലെ NCPക്കും 0 സീറ്റുകൾ. അങ്ങനെയാണ് ഈ ഘടകകക്ഷികൾ നേടിയ സീറ്റ് നില. ഇനി BJP-യുടേത് NDA-യുടേത് പരിശോധിച്ചാൽ BJPക്ക് 3 സീറ്റ്, 2020-ക്ക് 0, അതുപോലെ തന്നെ BDJS-നും 0. ഇവർക്കൊന്നും സീറ്റ് നേടാനായില്ല. ആകെ BJPക്ക് മാത്രമാണ് 3 സീറ്റുകൾ നേടാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 8 മത്സരിച്ചെടുത്ത് 7 വിജയം കാണാൻ സാധിച്ചു. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇലകൾ കൊഴിഞ്ഞുപോയി എന്ന് തന്നെ പറയാം. ഒരിടത്തും വിജയം നേടാനായില്ല. പ്രത്യേകിച്ചും ജോസ് കെ മാണിയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള പ്രബലരായിട്ടുള്ള നേതാക്കൾ വരെ തോറ്റുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരിച്ച 12 സീറ്റിലും തോൽവി അറിഞ്ഞാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വലിയ തരത്തിലുള്ള ഒരു പരാജയം അല്ലെങ്കിൽ പതനം എന്ന് തന്നെ പറയാൻ സാധിക്കും. വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ റോഷി അഗസ്റ്റിന് എതിരെയൊക്കെ വികാരം ഉയരുന്ന ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് കടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ UDF-ലെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുകക്ഷികൾക്ക് വലിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു കാലമാണ്. പ്രത്യേകിച്ചും RSPക്ക് 3 സീറ്റുകളാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. ഷിബു ബേബി ജോൺ ചാവറയിൽ 18,573 ഭൂരിപക്ഷം, അതുപോലെ തന്നെ കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരിന് 25,314, അഡ്വക്കേറ്റ് വിഷ്ണു മോഹന് ഇരവിപുരത്ത് 8,803 മികച്ച ഭൂരിപക്ഷം ലീഡ് നില നേടിയാണ് ഇവർ ജയിച്ചു കയറിയത്. RSPയുടെ സ്ഥാനാർത്ഥികളായിരുന്നു ഇവരെല്ലാവരും. ഇനി മറ്റു കുറച്ച് ചെറിയ പാർട്ടികൾ കൂടി. CMPയുടെ CP ജോൺ തിരുവനന്തപുരത്ത് 9,863 വോട്ടുകൾക്ക്, കേരള കോൺഗ്രസ് ജേക്കബ് അനൂപ് ജേക്കബിന് 44,681, KK രമയ്ക്ക് 14,862 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വടകരയിൽ ജയിച്ചത്. അതുപോലെ തന്നെ മാണി സി കാപ്പൻ പാലയിൽ 2,991 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ ചെറു പാർട്ടികൾക്കെല്ലാം നല്ല മികവാർന്ന വിജയം ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പാർട്ടികൾ ഈ പറഞ്ഞതുപോലെ നാമമാത്രം ഇങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഒരു തവണ കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ പാർട്ടികളൊക്കെ പൂർണ്ണമായും ഇല്ലാതായി പോകാനുള്ള സാധ്യത കണ്ടിരുന്ന ഒരു സമയത്താണ് ഈ പാർട്ടികൾക്കൊക്കെ വലിയ വിജയമുണ്ടായത്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ